ഹലോ കൂട്ടുകാരെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സോംബി മൂവി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കിടിലൻ സോംബി മൂവിയാണിത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. സിനിമയുടെ പേര് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ലാബാണ്. അവിടുത്തെ ഒരു സയന്റിസ്റ്റ് എന്തോ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. അത് എന്നിട്ട് ഒരു എലിയിൽ പരീക്ഷിക്കുകയാണ്. എലിയിലേക്ക് അത് കുത്തിവെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു എലിയുടെ സ്വഭാവം മാറുന്നു. അതൊരു സോംബി എലിയായി മാറുകയും പിന്നീട് ആ കേജിലുണ്ടായിരുന്ന മറ്റെല്ലാ എലികളെയും അത് വകവരുത്തുന്നു. ഇത് കണ്ടതോട് കൂടിയിട്ട് ആ ഒരു സയന്റിസ്റ്റ് ആ ഡ്രഗ് ഒക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് പുറത്തേക്ക് നടന്നു പോവുകയാണ്. ഈ വൈറസ് അടങ്ങുന്ന പെട്ടി അയാൾ കാറിലേക്ക് വെക്കുന്നു. ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേര് വന്നിട്ട് ആ ഡ്രഗ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ബലമായി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആ രണ്ട് ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ഈ ഒരു സയന്റിസ്റ്റിനെ തീർത്ത് കളയുകയാണ്. ശേഷം കാണിക്കുന്നത് രണ്ടുപേര് ഇപ്പൊ ഒരു ചെറിയ ബോട്ടിൽ ഇങ്ങനെ പോകുന്നതാണ്. അവർ തീരത്തേക്ക് വന്നപ്പോഴേക്കും അവിടേക്ക് ഒരു കാർ നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരവിടെ താഴ്ന്നിരുന്നു. നോക്കുമ്പോൾ ഈ രണ്ട് ഗുണ്ടകൾ വന്നിട്ട് നേരത്തെ ആ ഒരു സയന്റിസ്റ്റിനെ തീർത്തിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരന്റെ ബോഡി ഈ ഒരു കെമിക്കലും മറ്റും കലർന്ന ജലാശയത്തിലേക്ക് ഒഴുക്കി വിടുന്നതാണ് ഇവർ കാണുന്നത്. രണ്ടുപേരിൽ ഒരാളുടെ ഫോൺ അപ്പൊ റിങ് ചെയ്യാണ്. അതോടുകൂടിയിട്ട് ഈ ഗുണ്ടകൾക്ക് ഇവന്മാർ രണ്ടുപേരും ഈ ബോഡി ഡംപ് ചെയ്യുന്ന കാര്യം കണ്ടെന്ന് മനസ്സിലായി. നേരത്തെ ആ ഒരു സയന്റിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയ ആ ഒരു പെട്ടിയിലുണ്ടായിരുന്ന അതേ ഡ്രഗ് എടുത്തിട്ട് ഇവന്മാർക്ക് രണ്ടുപേർക്ക് ഇട്ടിട്ട് കുത്തിവെക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരുത്തനെ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ തീർത്ത് കളയുന്നു. മറ്റൊരുത്തനാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇങ്ങനെ വിറച്ച് വിറച്ച് ആ ഒരു സോംബിയും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവനെയും ആ ഒരു ജലാശയത്തിലേക്ക് മറിച്ചിട്ടിട്ട് അവന്മാർ അവിടെ നിന്നും പോയി. മറുവശത്ത് നമ്മുടെ കഥാനായകനിൽ ഒരാളായിട്ടുള്ള താവോയെയാണ് കാണിക്കുന്നത്. അവൻ വീട്ടിൽ നിന്ന് ഒരു പബ്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ഒരു വലിയ മതില് ചാടി കടക്കാനായിട്ടാണ്. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ചോളം കഴിച്ചുകൊണ്ട് ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ അടുത്ത് സഹായം ചോദിച്ചപ്പോ ഈ പയ്യൻ വന്നിട്ട് ഇവന്റെ കാലിലുണ്ടായിരുന്ന രണ്ട് ഷൂവും കൈക്കലാക്കിയിട്ട് അവിടെ ഒന്ന് ഓടിക്കളയുകയാണ്. പിന്നെ ഞാൻ എടുത്തോളടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകനായിട്ടുള്ള താവോ അപ്പുറത്തേക്ക് ചാടിക്കടന്നു. എന്നിട്ട് ഇവൻ വീണ്ടും ഒരു വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഇവന്റെ ക്രഷ് ആയിട്ടുള്ള അന്യനെ കാണാനായിട്ടാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അന്യാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വെച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. സംഭവം വൺ സൈഡ് ലവ് ആണ്. എന്നിരുന്നാലും ഇവൻ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ലെറ്റർ ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവള് പാട്ടൊക്കെ ഒന്ന് വോളിയം കുറച്ചും കൂടി കൂട്ടിയിട്ട് അവളുടെ ഡ്രസ്സ് ഒന്ന് മാറ്റുന്നതായിട്ട് ഇവൻ കാണുന്നത്. കണ്ടപ്പോ തന്നെ നമ്മുടെ താവോ പേടിച്ച് നിലത്ത് വീഴുകയാണ്. അപ്പോഴേക്കും അവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള കോർണോസ്, അതായത് നമ്മുടെ സഹനായകൻ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. താവോയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയ പാവം നമ്മുടെ കോർണോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലത്ത് വീണിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. മാത്രമല്ല ഇവർക്ക് മാത്രമാണ് ഈ ഒരു നാട്ടില് പെണ്ണ് സെറ്റാവാത്തത്. അതൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാറ്റേനെ നമ്മുടെ കോർണോസ് കാണുന്നത്. പാറ്റിനെ കണ്ട അവൻ അപ്പ തന്നെ ബോധം കെടും. നമ്മുടെ താവോ വേണ്ട വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ കേൾക്കുവോ? അവൻ അപ്പ തന്നെ ബോധം കെട്ട് വീഴാണ്. അങ്ങനെ ഒരു വിധത്തില് ബോധം വന്നതിന് ശേഷം ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ മൂക്കിൽ നിന്നാണെങ്കിൽ ഇപ്പൊ ചോരൊക്കെ വരുന്നുണ്ട്. അച്ഛനായിട്ടുള്ള എബ്രാം ആണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പൊ വഴക്ക് പറയാണ്. നീ എന്തിനാണ് ഈ പാറ്റിനെ കണ്ട് ഇങ്ങനെ വീഴാൻ പോകുന്നത്? നിനക്ക് നാണമില്ലേ? നീ ഒരു ആൺകുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എപ്പോഴും ഇങ്ങനെ തഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ മമ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ കോർണോസിന്റെ ശരിക്കുള്ള പേര് ജേക്കബ് എന്നാണ്. പക്ഷെ ആ ഒരു പേര് അവന് ഇഷ്ടമേ അല്ല. എപ്പോഴും അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, എന്നെ ജേക്കബ് എന്നൊന്നും വിളിക്കണ്ട, ഞാൻ ഈ സോംബി പടങ്ങളിലൊക്കെ ഉള്ള ഹീറോ ഇല്ലേ, പുള്ളിക്കാരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്നിട്ട് വാക്കിംഗ് ഡെഡിനെ പറ്റിയിട്ടും അതുപോലുള്ള ഷൗൺ ഓഫ് ദി ഡെഡ് അങ്ങനെയുള്ള മികച്ച സിനിമകൾ ഉണ്ടല്ലോ സോംബി പടങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ വാനോളം പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ താവോ അന്നയെ പ്രേമിക്കുന്ന കാര്യമൊന്നും കോർണോസിന് അറിയില്ല. കോർണോസ് ആകട്ടെ അവൻ അന്നയെ പ്രേമിക്കുന്ന കാര്യം നമ്മുടെ താവോയുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇവന്മാര് രണ്ടുപേരും കൂടി നമ്മളെ എന്താ ആരും പാർട്ടിക്കൊന്നും വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അന്നയും ഡേവിഡും അങ്ങോട്ടേക്ക് വരികയാണ്. അന്നയും ഡേവിഡും തമ്മിൽ പ്രണയത്തിലാണ്. വൈകിട്ടത്തെ പാർട്ടിക്ക് നിങ്ങൾ വരുന്നില്ലെന്ന് അന്ന ചോദിക്കുന്നുണ്ട് സാമാന്യ മര്യാദ രീതിയിൽ. പക്ഷെ ഈ ഡേവിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരൊന്നും വരണ്ട, ഇവന്മാര് വന്നിട്ടൊന്നും കാര്യമില്ല, സംഭവം നാണം കെട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ കോർണോസ് വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്ക് വേറെ പാർട്ടി ഉണ്ട് ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ. ഇവര് രണ്ടുപേരും പോയതിനു ശേഷം നമ്മുടെ കോർണോസും താവോയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എടാ നമുക്ക് മാത്രം എന്താടാ ഇങ്ങനെ, അവൻ ആ പെണ്ണിനെ കൊണ്ട് പോന്ന് കണ്ടില്ലേ നീ? ഇതധികം നാള് പോകില്ലടാ, പെട്ടെന്ന് തന്നെ അടിച്ചു പിരിഞ്ഞോളും എന്നാണ് കോർണോസ് പറയുന്നത്. ഇവന്മാര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പൊ അലക്സിനെ കാണാനായിട്ട് പോവുകയാണ്.
അലക്സ് എന്ന് പറയുന്നത് ഇവരുടെ നെയ്ബറാണ്. അതായത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ജലാശയത്തിലേക്ക് ഒരാൾ തള്ളിയിടുന്നുണ്ടായിരുന്നല്ലോ, അതിൽ ഒരാള് ഈ ഒരു അലക്സിന്റെ അച്ഛനായി. പുള്ളിക്കാരന്റെ ശവശരീരം ഇപ്പൊ അവിടുത്തെ ഒരു ഏജൻസി ഒക്കെ ഇവനെ കൊടുന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു പണി തീർക്കാനായിട്ട് പുറത്തു പോകണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ ഒരു ശവശരീരം നോക്കാനായിട്ട് ഇവരെ ഏൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ പുള്ളിക്കാരന്റെ ഒരുപാട്, അതായത് ഈ മരിച്ചുപോയ അച്ഛന്റെ ഒരുപാട് കാസറ്റുകൾ, പ്രത്യേകം ഏപ്പടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വേണം നിങ്ങൾ ഇട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ഷെൽഫ് മൊത്തം നോക്കുന്നുണ്ട്. പല കാറ്റഗറിയിലുള്ള ഏപ്പടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം നോക്കി സെലക്ട് ചെയ്തിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുത്തെ സോഫയിലിരുന്ന് അത് കാണാനായിട്ട് ആരംഭിച്ചു. നമ്മൾ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വെർജിൻ ആയിട്ട് തുടരുന്നത്, എന്താല്ലേ? അപ്പൊ നമ്മുടെ തവ പറയുന്നുണ്ട്, എടാ അതിന് നമുക്ക് 14 വയസ്സായിട്ടുള്ളൂ, നീ എന്ത് വർത്താനം ഈ പറയുന്നേ? അങ്ങനെ ഇവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ താവമാണെന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നത്തിലേക്ക് പോവുകയാണ്. അതായത് അന്നയും അവനും തമ്മിലുള്ള ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് അസുലഭ മുഹൂർത്തങ്ങളൊക്കെ അവൻ സ്വപ്നം കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ദേ ഒരു സോംബി, മരിച്ചുപോയ അലക്സിന്റെ അച്ഛൻ ഇപ്പൊ ദേ സോംബിയായി വന്നിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. നമ്മുടെ കോർണോസിനാണെന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ അപ്പൊ തന്നെ അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നീ എന്താടാ ചാവാൻ കിടക്കുമ്പോഴാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? നീ എന്ത് പറയുന്നേ? എന്റെ സ്ട്രീറ്റിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നൊക്കെയാണ് നമ്മുടെ കോർണോസ് വേണ്ടി തിരിച്ചു ചോദിക്കുന്നത്. അവയ്ക്ക് ഇത് സോംബിയാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മുടെ കോർണോസിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കാരണം ഈ സോംബികളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിയാം. ഇതൊരു സ്ലോ സോംബിയാണെന്നാണ് ഇപ്പൊ കോർണോസ് പറയുന്നത്. എന്നിട്ട് അവൻ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവന്മാര് പുറത്തേക്ക് ഓടി പോവാണ്. ഈ സമയം അലക്സിന്റെ അടുത്തേക്ക് ഡേവിഡും പിന്നെ ഡേവിഡിന്റെ ഒരു കൂട്ടുകാരനും കൂടി വരുന്നുണ്ട്. അടുത്ത ദിവസം ഹാലോവിൻ പാർട്ടി നടക്കാനായിട്ട് പോവാണ്. അപ്പൊ ഓരോ വീട്ടിൽ നിന്നും എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പിരിവുകൾ, അതായത് കുപ്പികളോ അല്ലെങ്കിൽ കള്ളം കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുവിടും. അപ്പൊ അലക്സിന്റെ വീട്ടിൽ ഇപ്പൊ അലക്സ് പുറത്താണല്ലോ. അപ്പൊ അലക്സിന്റെ വീട്ടിൽ പോയിട്ട് എടുക്കാനായിട്ട് ഈ ഒരു ഡേവിഡിന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഡേവിഡിന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ടിവിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഏപ്പടം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സോംബി വന്നിട്ട് അവനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ താവോയും കോർണോസും ഈ അലക്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അലക്സ് അവിടെ എന്തോ ബൾബും കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അച്ഛന്റെ ശരീരം ഇപ്പൊ ഒരു സോംബിയായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛനെ പറ്റി ഒന്നും പറയരുത്, മരിച്ചുപോയ ഒരാളല്ലേ, കുറച്ച് മാന്യതയോടെ സംസാരിക്കടാ എന്നൊക്കെയാണ് അലക്സ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾ എന്ത് പ്രാന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർണോസ് ആ ഒരു വീഡിയോ ഫുട്ടേജ് അലക്സിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താവോയും കോർണോസും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയിക്കാനായിട്ട് ഇപ്പൊ പോകണം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അലക്സ് ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആരും കാണാനില്ല. പെട്ടെന്ന് അവന്റെ പുറകിലായിട്ട് അവന്റെ അച്ഛൻ വരികയാണ്. അതും ഒരു സോംബിയായി മാറിയിട്ട് അവനൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതോട് കൂടിയിട്ട് ആ ഒരു സോംബി, അതായത് അവന്റെ അച്ഛൻ അവനെ തന്നെ കടിക്കുന്നു. ഒരു വശത്ത് നമ്മുടെ കോർണോസ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ അച്ഛന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിക്കുകയാണ്. അതായത് വീട്ടിലുള്ള ഗസ്റ്റുകളടക്കം ഇപ്പൊ ഇവന്റെ ഈ വർത്താനം കേട്ട് ചിരിക്കുകയാണ്. കാരണം ഇവൻ ഒരു സോംബി പ്രാന്തനാണ്. സോംബി പടങ്ങളും ഏത് നേരം സോംബി വർത്താനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൻ ഈ ഒരു കാര്യം വന്ന് പറയുമ്പോൾ എന്തായാലും വിശ്വസിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ താവോയും കോർണോസും വീണ്ടും അലക്സിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ ആരെയും തന്നെ കാണാനില്ല. നോക്കുമ്പോൾ അടുത്ത് തന്നെയാണ് ഹലോവിൻ പാർട്ടി നടക്കാനായിട്ട് പോകുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് അല്ലെങ്കിൽ സൗണ്ട് ഉള്ള ഭാഗത്തേക്കായിരിക്കുമല്ലോ സോംബികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. സോംബികൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളതെന്ന് ഇവർക്ക് മനസ്സിലായി. മറുവശത്ത് നമ്മുടെ സണ്ണിക്കുട്ടനെ കാണിക്കുകയാണ്. ഇവിടെയാണ് DJ പാർട്ടി ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. ദേ ഇവളാണ് റെക്സ്. അന്നയും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കോർണോസും താവോയും ഓടി വരുന്നത്. കോർണോസ് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പാട്ടിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓഫാക്കാനായിട്ട് അവിടുത്തെ സംഘാടകരുടെ അടുത്തേക്ക് ഓടി. ഇതേ സമയം താവോ അന്നയുടെ അടുത്ത് ചെന്നിട്ട് നീ ഇവിടുന്ന് പെട്ടെന്ന് എന്റെ കൂടെ വരണം, സോംബികൾ മൊത്തം ഇവിടെ ആക്രമിക്കാനായിട്ട് പോവുകയാണ്. ഇതും പറഞ്ഞു തീർന്നില്ല, അങ്ങോട്ടേക്ക് ഡേവിഡ് കടന്നു വരികയാണ്. എന്റെ പെണ്ണിന്റെ അടുത്ത് നീ ആരടാ സംസാരിക്കാൻ എന്ന് പറഞ്ഞു വരുമ്പോ അന്ന പറയുന്നുണ്ട്, അതിന് നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു ബന്ധമില്ല, ഞാനും നീ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ എന്ന്. അപ്പൊ തന്നെ നമ്മുടെ താവയുടെ മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ട്. മറുവശത്ത് സോംബികളാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം ഇത് ഹലോവിൻ കോസ്റ്റ്യൂം ആണെന്നാണ്. അവിടുത്തെ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അലക്സിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അലക്സി നിന്റെ കോസ്റ്റ്യൂം അടിപൊളിയാണല്ലോ, പോടാ ഒന്ന് പേടിപ്പിക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കും അലക്സ് വന്നിട്ട് പുള്ളിക്കാരനെ കടിച്ചു പറിച്ച് കുറുക്കുറ് തിന്നണ പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് എല്ലാവരുടെ അടുത്തും നമ്മുടെ താവോയും കോർണോസും ആണെന്നുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആരും തന്നെ വിശ്വസിച്ചില്ല. റെക്സും അതുപോലെ തന്നെ നമ്മുടെ സണ്ണിക്കുട്ടനും ഇവരുടെ കൂടെ കൂടി. റെക്സിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കെട്ടഴിഞ്ഞ് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. താവോയും കോർണോസും അതേസമയം റെക്സിന്റെ അടുത്തും അതുപോലെ തന്നെ ഈ ഒരു സണ്ണിക്കുട്ടന്റെ അടുത്തും താങ്ക്സ് പറയുന്നുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചത്. ഇവിടെ വീണ്ടും അന്നയെ സമീപിച്ച് അവളെ വീഴ്ത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അന്നയ്ക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഈ ഓടി പോയിട്ടുണ്ടായിരുന്ന പട്ടിക്കുട്ടന് അവിടേക്ക് വന്ന സോംബികൾ എടുത്ത് കഴിക്കുന്നത് ഇവർ കാണുന്നത്. അതോടുകൂടിയിട്ട് റെക്സിനും സണ്ണിക്കുട്ടനും കാര്യം പിടികിട്ടി. ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന് പുറകിലായിട്ട് ഇപ്പൊ മറഞ്ഞിരിക്കുകയാണ്. സണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ
അപ്പൊ തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ് എല്ലാവരും. ഹലോവിൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തെ ആളുകളൊന്നും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. അങ്ങോട്ടേക്ക് അവരെ ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് നമ്മുടെ താവോ പോകുന്നുണ്ട്. ഈ സമയം ഡേവിഡിനെ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന. താവോ ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ചിട്ട് ഒരു കത്തിയുമായിട്ട് ഈ ഒരു DJ പാർട്ടി നടക്കുന്ന ആ ഒരു ഹാളിലേക്ക് കയറി. എന്നിട്ട് അവരുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആരും തന്നെ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പെട്ടെന്നാണ് സോംബികൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും എല്ലാവർക്കും കാര്യം മനസ്സിലായി. അന്നയുമായിട്ട് ടാവോ സംസാരിക്കുന്നത് കണ്ട ഡേവിഡ് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അവനെ അപ്പൊ തന്നെ ഒരു സോംബി കടിക്കുന്നു. ഒരുവിധം അന്നയെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ്. അവളുടെ ഒരു കാല് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സോംബി പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോംബിയുടെ കയ്യിൽ നിന്ന് അന്നയെ രക്ഷപ്പെടുത്തിയെങ്കിലും ആ സോംബി വീണ്ടും ജനൽ കടന്ന് അപ്പുറത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ നമ്മുടെ റെക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയിൻസോ എടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ മാസായി തന്നെ നമ്മുടെ റെക്സ് ആ ഒരു സോംബിയുടെ തലക്കിട്ട് പണി കൊടുക്കുന്നു. ഹലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് വന്ന മിക്കവരും ഇപ്പൊ സോംബികളായി മാറിയിട്ടുണ്ട്. ഇവരെല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്. കാരണം ഇവരുടെ വീട്ടുകാരൊന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. മറുവശത്ത് കടിയേറ്റ ഡേവിഡ് ഉടൻ തന്നെ ഒരു കൊടൂര സോംബിയായി മാറുന്നതും കാണിക്കുന്നു. താവോയും സംഘവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പൊ നമ്മുടെ കോർണോസ് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആരെയും നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. എല്ലാവരും സ്പ്ലിറ്റ് ആവണം. സ്പ്ലിറ്റ് ആയിട്ട് അവരവരുടെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ വിവരം അറിയിക്കണം. താവോയും അന്നയും തമ്മിൽ ഒരു ടീമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോർണോസ് പറയുന്നുണ്ട്, എടാ എന്നെ പറ്റിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണേ. മറുവശത്ത് ഇതൊന്നും അറിയാതെ ഒരാൾ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അയാളുടെ വീടിന്റെ ഫ്രണ്ടില് ഗാർഡനിലായിട്ട് ഒരുത്തന്റെ ആ ഒരു പൂക്കളൊക്കെ പടച്ചെറിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്താടാ എന്റെ ചെടി കാട്ടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതൊരു സോംബിയാണെന്ന് പുള്ളിക്കാരൻ തിരിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്. ഓടി രക്ഷപ്പെടാൻ പോലും സമയം കൊടുത്തില്ല. അന്നയും താവോയും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ വന്നിട്ട് നമ്മുടെ താവോയെ വഴക്ക് പറയുന്നത്. നീ ഇവിടുന്ന് മതിൽ ചാടിയിട്ട് എന്നും വരുന്നവനല്ലേ, നിന്നെ ഞങ്ങൾക്ക് അറിയാം, എന്നെ കാണാനാണ് താവോ മതിലും ചാടി ഇങ്ങോട്ടേക്ക് വരാറുള്ളതെന്ന് അവൾക്കിപ്പോ മനസ്സിലായി. ഇതൊന്നും സംസാരിക്കാൻ ഇപ്പൊ നേരമില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റിന്റെ അടുത്ത് ഇവർ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ CCTV ഫുട്ടേജ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് കാര്യം പിടികിട്ടുന്നത്. അവിടുത്തെ ഒരു സെക്യൂരിറ്റി അപ്പൊ പറയാണ്, ഈ സോംബികളൊന്നും ഇല്ല, വെറുതെ പറയുന്ന എന്ന് പറഞ്ഞു തീർന്നില്ല. അയാളുടെ പുറകിലായിട്ട് ഒരു സോംബി വരുന്നു. അയാളുടെ കഥ അതോടുകൂടി തീരുകയാണ്. ഈ വില്ലകളിലേക്കുള്ള മെയിൻ ഗേറ്റ് ഇപ്പൊ ഇവർ അടയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് സോംബികൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം, അതായത് ലോകം മൊത്തം സോംബികൾ പരക്കും. അതില്ലാതാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. മറുവശത്ത് കോർണോസും റെക്സും നമ്മുടെ സണ്ണിക്കുട്ടനും ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം ഈ ഒരു സോംബികളെ കീഴ്പ്പെടുത്താനായിട്ട് അവർക്ക് വെപ്പൺസ് അത്യാവശ്യമാണ്. ഈ ലേഡി ഒരു ഗാങ്സ്റ്റർ ആണെന്നുള്ള കാര്യമൊന്നും കോർണോസിനും കൂട്ടർക്കും അറിയില്ല. പക്ഷെ ഇവര് നല്ല പണക്കാരിയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വെപ്പൺസ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ലേഡി എടുത്ത് കാര്യം പറഞ്ഞു. പക്ഷേ ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും ഈ ലേഡി വിശ്വസിക്കുന്നില്ല. കോർണോസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ താവോയും അന്നയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗേറ്റ് അടയ്ക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ സോംബികൾ ഒരുപാടെണ്ണം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ടാവോ ഈ ഒരു സോംബികളുടെയൊക്കെ ശ്രദ്ധ തിരിക്കുന്നു. അന്നയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗേറ്റ് അടയ്ക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ അതിലൊരു സോംബിയുടെ തലയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഗേറ്റിന്റെ ഇടയിലും പെട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഗേറ്റ് ഫുള്ളായിട്ട് അടയുന്നില്ല. അങ്ങനെ താവോ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറും എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ആ ഒരു ഗേറ്റിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു സോംബിയുടെ തല അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. അതിനുശേഷം ആ ഒരു ഗേറ്റ് അടയ്ക്കുകയാണ്. കോർണോസും സംഘവും അവിടെ നിന്ന് നിരാശരായിട്ട് മടങ്ങുകയാണ്. ഈ ഗാങ്സ്റ്റർ ലേഡിയാണ് രണ്ടുപേരെ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ രണ്ടുപേരെ അയച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സയന്റിസ്റ്റിനെ തീർക്കാനായിട്ട്. ഈ ലേഡി ഇവരുടെ ശിങ്കിടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കോർണോസും കൂട്ടരും അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് സോംബികൾ ഇവരുടെ വീടിന് ചുറ്റും വളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും താവോയും അന്നയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വീടിന് പുറത്തെ കാഴ്ചകൾ കണ്ട ഗാങ്സ്റ്റർ ലേഡിക്ക് ഇപ്പൊ ഇവരെ വിശ്വാസമായിട്ടുണ്ട്. സോംബികളെ തുരത്താനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് ഈ ഒരു ലേഡി ഇവർക്ക് വാക്ക് കൊടുക്കുകയാണ്. നമ്മുടെ സണ്ണിക്കുട്ടൻ അപ്പൊ പറയുന്നുണ്ട്, അതിന് ഒരുപാട് വെപ്പൺസ് ആവശ്യമാണ്. ഈ ഒരു സോംബികള് സ്ലോ സോംബികൾ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും. മറുവശത്ത് നമ്മുടെ റെക്സിന്റെ അമ്മ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ DJ പാർട്ടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്കും അനിയത്തിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് റെക്സ് വിളിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ താവോയ്ക്കും സംഘത്തിനും ഈ ഒരു ഗാങ്സ്റ്റർ ലേഡി അവരുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് നൽകുകയാണ്. ഇപ്പോ ഒടുക്കത്തെ മാസ് കാണിച്ചിട്ട് എല്ലാവരും ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ മാസ് കാണിച്ച് സോംബികളും പുറത്തുണ്ടായിരുന്നു. ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത്, എല്ലാത്തിനെയും തീർത്തേക്കണം എന്ന് ഈ ഒരു ഗാങ്സ്റ്റർ ലേഡി എല്ലാവരോടും പറയുന്നു. അങ്ങനെ നമ്മുടെ താവോയും സംഘവും ഈ ഒരു സോംബികളെ തുരത്താനായിട്ട് ഇപ്പൊ സ്ലോ മോഷനിൽ നടന്നു വരികയാണ്. അന്നയും താവോയും വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബഗ്ഗി കാറിൽ തന്നെയാണ് ഇവരിപ്പോ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അതിൽ നിന്ന് ഒരു കടലാസ് നമ്മുടെ കോർണോസിന് കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ താവോ
അന്നയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന പ്രണയലേഖനമായിരുന്നു. അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ, കൂടെ നടന്നിട്ട് ഇങ്ങനെ ചതിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ട എന്നാണ് ഇപ്പൊ കോർണോസ് പറയുന്നത്. താവോക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും എന്തോ എമർജൻസി ഉണ്ടെന്നും പറഞ്ഞിട്ട് കോർണോസിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവന്റെ അച്ഛനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കോർണോസ് ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് ഇപ്പൊ പോകാനായിട്ട് നിൽക്കുന്നത്. പക്ഷെ നീ ഒറ്റയ്ക്ക് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് റെക്സ് ആ ഒരു ഗാങ്സ്റ്റർ ലേഡിയുടെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ബൈക്കും എടുത്തുകൊണ്ട് ഇപ്പോ നമ്മുടെ കോർണോസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് കോർണോസിനെയും കയറ്റിയിട്ട് അവന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു രണ്ടുപേരും കൂടി ചേർന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇപ്പൊ നമ്മുടെ റെക്സിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കോർണോസ്. അവനിപ്പോ ദേ പകൽ കിനാവ് കാണാനായിട്ട് തുടങ്ങി. അടുത്ത പ്രണയത്തിന്റെ കിനാവുകളാണ്. പക്ഷെ ഈ പ്രണയത്തില് റെക്സിനും അവനോട് താല്പര്യമുണ്ടായിരുന്നു. അന്ന പോയെങ്കിൽ എന്താ, റെക്സ് എന്ന് പറയുന്ന ഒരു കിടിലൻ പെൺകുട്ടിനെ തന്നെ നമ്മുടെ കോർണോസിന് ഇപ്പോ ഗേൾഫ്രണ്ട് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. മറുവശത്താവട്ടെ നമ്മുടെ അന്നയ്ക്ക് ഇപ്പോ കടുത്ത പ്രണയമാണ് താവോയോട്. താവോ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവന്റെ അടുത്ത് കോർണോസ് ഇപ്പൊ ഇനി മിണ്ടില്ലല്ലോ. ഇതേ സമയം ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റെക്സ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മേനെ വിളിച്ചിട്ട് അമ്മ അനങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കോർണോസ് ആ ഒരു ഫോൺ തട്ടിപ്പറിച്ച് വായിക്കുന്നുണ്ട്. അമ്മ പേടിക്കണ്ട, അമ്മയും പേടിക്കണ്ട, അനിയത്തിയും പേടിക്കണ്ട, ഭാവി മരുമോൻ വരുന്നുണ്ട്. ആ ഒരു ഡയലോഗിൽ തന്നെ നമ്മുടെ റെക്സ് വീണു. ആദ്യം ഇവര് രണ്ടുപേരും ചേരുന്നത് കോർണോസിന്റെ വീട്ടിലേക്കാണ്. അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ടിവിയുടെ അടുത്ത് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇവരാദ്യം വിചാരിച്ചത് ഇവര് സൂംബി മാറിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അവിടേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഫേവറേറ്റ് സീരീസ് ഇപ്പൊ ടിവിയിൽ കിട്ടുന്നില്ല. അതിനാണ് കോർണോസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അതായത് ഈ ഒരു സൂംബി പരന്ന കാര്യമോ സൂംബി ഔട്ട്ബ്രേക്കിന്റെ കാര്യമോ ഒന്നും ഇവരറിഞ്ഞിട്ടില്ല. പറഞ്ഞാലൊട്ട് വിശ്വസിക്കുകയുമില്ല. മറുവശത്ത് നമ്മുടെ റെക്സ് അപ്പൊ തന്നെ അവളുടെ അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരി അടുക്കളയിലേക്ക് പോവുകയാണ്. അമ്മ അടുക്കളയിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങരുത്, ഞാൻ വരുന്നത് വരെ എന്ന് റെക്സ് പറയുന്നു. ഇനി എന്തായാലും നീ പുറത്തേക്ക് പോകണ്ട, ഇത് ശരിയാക്കാതെ എന്നാണ് എബ്രാം, അതായത് നമ്മുടെ കോർണോസിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷെ അവൻ കേട്ടില്ല. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റെക്സിന്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബൈക്കിന് മുമ്പിലായിട്ട് ഒരു ലോഡ് സൂംബികള്. അങ്ങനെ ഇതുങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മുടെ കോർണോസ് ഒച്ച ഉണ്ടാക്കിയിട്ട് വേറൊരു വശത്തേക്ക് ഈ ഒരു സൂംബികളെ കൊണ്ടുപോവുകയാണ്. ആ ഒരു തക്കത്തിന് റെക്സ് അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യുന്നു. റെക്സിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് ഒരു മുത്തൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോംബികളെയും കൊണ്ട് കോർണോസ് മറ്റ് അപ്പാർട്ട്മെന്റുകളുടെ ഇടയിലേക്കൊക്കെ ഓടി പോകുകയാണ്. മറുവശത്താകട്ടെ ആ ഒരു ഗേറ്റ് തുറക്കാനായിട്ട് ഒരുത്തം വന്നിട്ട് ഇപ്പൊ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗാങ്സ്റ്റർ ലേഡി അതിന് സമ്മതിക്കുന്നില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പട്ടി വന്നിട്ട് പുള്ളിക്കാരനെ കടിക്കുന്നു. അതോടുകൂടിയിട്ട് അയാളും സൂംബിയായി മാറുന്നുണ്ട്. ഒപ്പം ഇരിക്കുന്ന ആ ഒരു ഗേൾഫ്രണ്ടും. അപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു ഗാങ്സ്റ്റർ ലേഡി വന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്യുന്നു. പോരാത്തതിന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗേറ്റ് മൊത്തം തകർത്ത് കളയുകയാണ്. അങ്ങനെ അന്നയും താവോയും സണ്ണിക്കുട്ടനും കൂടി ചേർന്നിട്ട് ഇപ്പൊ റെക്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. കോർണോസ് എന്തെന്ന് താവോ ചോദിക്കുന്നുണ്ട്. അവനൊരു ഹീറോ ആണെന്നാണ് അവള് പറയുന്നത്. ഹീറോയോ, നീ എന്താ അങ്ങനെ പറയുന്നേ? അവനിപ്പോ ജീവനോടെ ഇല്ല എന്നാണ് താവോ ചോദിക്കുന്നത്. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ തന്റെ അച്ഛനെയും അമ്മയും ആക്രമിക്കാൻ വന്ന സൂംബികളെ ഒറ്റ വെട്ടിന് തന്നെ തീർത്ത് കളയുകയാണ് കോർണോസ്. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ വിശ്വാസമായോ, മോൻ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കേട്ടോളണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് സ്ലോ മോഷനിൽ ഇറങ്ങി പോവുകയാണ്. ഇവിടെ താവോ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കോർണോസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സണ്ണിക്കുട്ടൻ അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പൊന്നു ബ്രോ, ഇതൊക്കെ നമുക്ക് തീർക്കാവുന്ന കേസേ ഉള്ളൂ. മറുവശത്ത് റെക്സ് ആകട്ടെ അവളുടെ അമ്മേനെ രക്ഷിക്കാനായിട്ട് അവർ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അവളുടെ അമ്മയും അനിയത്തിയും ആകെ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. പക്ഷേ റെക്സ് ആ ഒരു സോംബികളെ തീർക്കുന്നതിന് മുമ്പായിട്ട് മരുമോനായിട്ടുള്ള നമ്മുടെ കോർണോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു അമ്മായിയമ്മയും അനിയത്തിയും സോംബികളിൽ നിന്ന് രക്ഷിക്കുകയാണ്. റെക്സിന് ഇപ്പോ നമ്മുടെ കോർണോസ് എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോഴേക്കും നമ്മുടെ സണ്ണിക്കുട്ടനും താവോയും അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ കോർണോസിന് താവോയുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഒരു കിഡിലൻ ഗേൾഫ്രണ്ടിനെയാണല്ലോ അവൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ വെച്ച് ഒരു പാറ്റയെ നമ്മുടെ കോർണോസ് കാണുന്നത്. ഇത്തവണ വേണ്ട വേണ്ട എന്നൊന്നും താവോ പറഞ്ഞില്ല. താവോ നമ്മുടെ കോർണോസിന്റെ ചെകിട്ടത്തിട്ട് ഒന്നണ്ട് കൊടുത്തു. അതോടുകൂടിയിട്ട് ബോധം പോവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കോർണോസ് പാർട്ടിയുടെ കാര്യം തന്നെ മറന്നുപോയി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഹലോവിൻ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു DJ പാർട്ടിയിലുള്ള അതിഭയാനകമായിട്ടുള്ള ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാ സോംബികളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചെണ്ണത്തിനെ നമ്മുടെ സണ്ണിക്കുട്ടൻ അപ്പൊ തന്നെ തീർത്ത് കളഞ്ഞു. പക്ഷെ ഒരുപാടെണ്ണം ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ അവിടുത്തെ ആ ഒരു വലിയ ഗ്ലാസ് ഡോർ അവർ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരെ, ഈ ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2022 പുറത്തിറങ്ങിയിട്ടുള്ള മെക്സ് സോംബീസ് എന്ന് പറയുന്ന ഒരു സിനിമയാണിത്. പക്ഷേ ആ ഒരു ഹലോവിൻ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ അന്ന ഉണ്ടായിരുന്നു. അന്നയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു DJ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓഫ് ആക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ താവോ അങ്ങോട്ടേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ താവോയുടെ അടുത്ത് അന്നയ്ക്ക് വീണ്ടും ഇഷ്ടം കൂടുകയാണ്. അങ്ങനെ എല്ലാം ഇവരുടെ കൺട്രോളിലായി എന്നുള്ള ഒരു നിമിഷം വന്നപ്പോ ഇവരാരും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നു. നമ്മുടെ സണ്ണിക്കുട്ടനെ സോംബികൾ വളഞ്ഞു. മാത്രമല്ല അവനെ കടിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അവന്റെ കഥ കഴിഞ്ഞു. ഇത് കണ്ടതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പൊ ഡൗൺ ആയി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന അമോവും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗാങ്സ്റ്റർ ലേഡി കടന്നു വരുന്നത്. എന്നിട്ട് എന്റെ കാറിൽ ഒരു സാധനം ഇരിപ്പുണ്ട് മക്കളെ, അത് എടുത്തോണ്ട് വാ എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ താവോയും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. താവോ എന്നിട്ട് ആ ഒരു കാറിൽ നിന്ന് ആ ഒരു ബാഗ് പുറത്തേക്ക് എടുക്കുന്നു. നോക്കുമ്പോ ഒരുപാട് സ്ഫോടക വസ്തുക്കളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ അടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ താവോ ഈ ഒരു വസ്തുക്കളുമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് നോക്കുമ്പോ നമ്മുടെ ഗാങ്സ്റ്റർ ലേഡി അടക്കം എല്ലാവരെയും സോംബികൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അവൻ ആ സ്ഫോടക വസ്തുക്കൾ മൊത്തം അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവര് 3 പേരാണെന്നുണ്ടെങ്കിൽ കുറെ ദൂരം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ താവോയെ മാത്രം കാണാനില്ല. വലിയൊരു പൊട്ടിത്തെറിയും അപ്പോൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. താവോ മരിച്ചുപോയി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തില് അപ്പോ ദേ പുകമറയിലൂടെ നമ്മുടെ താവോ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടി വന്നിട്ട് നമ്മുടെ അന്നയുടെ ഗുണ്ടിക്ക് കടിക്കുന്നത്. അന്ന ഏത് നിമിഷവും സൂംബിയായി മാറാനുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലും പോകാൻ വഴിയുണ്ടോ എന്ന് നമ്മുടെ ഈ സൂംബികളെ പറ്റി അറിയാവുന്ന കോർണോസിന്റെ അടുത്ത് താവോ ചോദിക്കുകയാണ്. താവോ പറയുന്നുണ്ട്, ഒന്നുകിൽ അത് മൊത്തത്തിൽ മുറിച്ചു കളയണം, ഗുണ്ടി എന്തായാലും മുറിച്ചു കളയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തെ രക്തം മുഴുവൻ സക്ക് ചെയ്തെടുക്കണം. അത് താവോ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. പക്ഷെ പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു പട്ടി ഒരു സൂംബി ആയിരുന്നില്ല എന്ന്. എല്ലാം വളരെ മംഗളകരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. പോലീസുകാരെയും മറ്റും വിവരം അറിയിക്കാനായിട്ട് ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ താവോയും അതുപോലെ തന്നെ കോർണോസും ഇപ്പൊ ഒരുമിച്ചാണ്. മറുവശത്ത് റെക്സിന്റെ അമ്മയാവട്ടെ പോലീസുകാരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലീസുകാർ വല്ല സിനിമാ കഥ കേൾക്കുന്നത് പോലെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ലവ് ഒന്നും സെറ്റ് ആവാത്ത നമ്മുടെ കോർണോസിനും താവോനും നല്ല അടിപൊളി ഗേൾ ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനൊരു സോംബി വേൾഡിൽ നിങ്ങൾ പെട്ടുപോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? സോംബി മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു ഫാമിലി മൂവി അല്ല. അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമാവധി വയലൻസ് ഇതിൽ കാണിക്കാതെയാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.